നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛൻ അമ്പലത്തിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ പോവായിരുന്നു. അച്ഛന് പെട്ടെന്ന് തോന്നിട്ട് പോയതാവും മോളെ. മോക്ക് അമ്പലത്തിൽ പോണെന്നുണ്ടെങ്കിൽ ഭാനുമ്മയോട് പറഞ്ഞാ പോരെ, നമുക്ക് ഒരുമിച്ച് പോവാലോ. അതുകൂടെ കഴിക്കുമോളെ. വേണ്ട, ഞാൻ മതിയാക്കി. സമയം പോയി. മോളെ ഈ ചായ എങ്കിലും കുടിച്ചിട്ട് പോ. ഇനി ചായ കുടിക്കാനൊന്നും നേരമില്ല ഭാനുമ്മേ, ഞാൻ ഇറങ്ങുവാ. പെട്ടെന്ന് എന്താ നിനക്കൊരു തിരക്ക്? നിന്നെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടോ? കാത്തു നിൽക്കല്ല ഭാനുമ്മേ, എന്നെ പിക്ക് ചെയ്യാനേ എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വരും. ഞാൻ പോട്ടെ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്. പേര് പറഞ്ഞ ഭാനുമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയനാണോ മോളെ? അതേനെ. പോട്ടെ പോട്ടെ. ഈ കൊച്ചിത് എന്തിനുള്ള പുറപ്പാടാണോ ആവോ? ആ പാവ മാഷിന്റെ തലവേദന കൂട്ടാനായിട്ട്. ആഹാ, ഇന്ദ്രനോ? ഞാൻ ഈ ഗേറ്റ് അടയ്ക്കാൻ നോക്കുമായിരുന്നു. മഞ്ചാടി ആരുടെ കൂടെ ബൈക്കിൽ പോയത് ഭാനുമേ? ആർക്കറിയാം മോനെ, ചോദിച്ചപ്പോ ഫ്രണ്ട് ആണെന്നാ പറഞ്ഞത്. അച്ഛനൂടെ ഇല്ലേ? ഇല്ല, അമ്പലത്തിൽ പോകാന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഉടനെ വരുമായിരിക്കും. നീ കയറിയിരിക്കെ. അച്ഛനോട് ഉണ്ടാവുമെന്ന് കരുതിയാ ഞാൻ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങോട്ട് വന്നത്. നീ വാ ഇന്ദ്ര, ഒരു ചായ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് മാഷ് ഇങ്ങെത്തും. ദാ മോനെ, ചായ കുടിക്ക. നേരത്തെ കൂട്ടി വെച്ചോണ്ടായിരുന്നു. അല്ല, നീ രാവിലെ വല്ലതും കഴിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇല്ല ഭാനുമ്മേ, മനസമാധാനത്തോടെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഇപ്പൊ ഞങ്ങളുടെ വീട്. എന്തു പറ്റി മോനെ? സുശീല വീണ്ടും അവളുടെ പഴയ സ്വഭാവം കാട്ടി തുടങ്ങിയോ? പഴയതിനേക്കാൾ ഭീകരവാ. ഒരു വീട്ടിൽ രണ്ടടുപ്പ് വെക്കാന്ന് കേട്ടിട്ടില്ലേ? അമ്മ അതും തുടങ്ങി. അവൾക്ക് വേണ്ടത് അവള് വെച്ചുണ്ടാക്കി കഴിച്ചോട്ടെ ഇന്ദിര, അതിനെ അങ്ങനെ കണ്ടാ മതി. അതിന് അടുപ്പ് വെക്കുന്നത് വീടിന്റെ അടുക്കളയിലായിരിക്കണ്ട ഭാനുമ്മേ. വീടിന്റെ മുമ്പിൽ മുറ്റത്ത് അടുപ്പ് കൂട്ടി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അയ്യോ, അതിത്തിരി കടന്ന കൈയായിപ്പോയി. സുശീലയ്ക്കേ നിങ്ങൾ ഭക്ഷണം കൊടുക്കാതൊന്നും ഇരുന്നിട്ടില്ലല്ലോ. ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ തീരുമാനം ഉണ്ടാക്കിയതാ. പിന്നെ കൊടുക്കുന്ന ആഹാരത്തിന് കുറ്റം പറയാൻ തുടങ്ങിയപ്പോ അനു ആഹാരത്തിന്റെ കാര്യത്തിൽ ചില ചിട്ടകളൊക്കെ വരുത്തി. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടുന്ന് അച്ഛൻ അവിടെ വന്നപ്പോ ആ ദേഷ്യം അച്ഛനോടും കാണിച്ചു. അതും പോരാഞ്ഞ ഇന്നു മുതൽ മുറ്റത്തടുപ്പ് കൂട്ടിയുള്ള സമരം തുടങ്ങിയത്. സുശീലയെ നിയന്ത്രിക്കാൻ എളുപ്പമൊന്നും കഴിയില്ല ഇന്ദിര. വഴക്കിനും പ്രശ്നത്തിനൊന്നും നിൽക്കാതെ രമ്യമായി സംസാരിച്ച് പരിഹരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിലേ അവൾ ഇതിലും വലിയ നാണക്കേട് നിങ്ങൾക്കുണ്ടാക്കും. നീ തന്നെ ഇടപെട്ട് സുശീലയെ സമാധാനിപ്പിക്കുന്നതാവും നല്ലത്. നീ പറഞ്ഞ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഇന്ദിര. അത് തന്നെ ഭാനുമ്മേ അമ്മയുടെ ലക്ഷ്യവും.
ഞാൻ സന്ധി സംഭാഷണം നടത്തി അമ്മയെ അംഗീകരിച്ചായിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ തൽക്കാലം അത് വേണ്ടെന്ന് എൻ്റെ തീരുമാനം. ഇനി ഞാൻ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് എല്ലാം എൻ്റെ ഉത്തരവാദിത്വമാവും. അമ്മയുടെ പഴയ നിലപാട് തുടരുകയും ചെയ്യും. അതിനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഭാനുവമ്മേ. ഞാൻ ഷോപ്പിലേക്ക് പോട്ടെ ഭാനുവമ്മേ. അച്ഛനിവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മാഷ് ഇന്നലെ തിരിച്ചു പോവേണ്ടതായിരുന്നു. അപ്പോഴാ മഞ്ചാടിമോള് കോളേജ് വിട്ട് ഒരു പയ്യന്റെ കൂടെ ഇവിടെ ബൈക്കിൽ വന്നിറങ്ങിയത്. പിന്നെ ആ പാവത്തിന് ആധിയായി. ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോവാന്ന് അങ്ങനെ തീരുമാനിച്ചതാ. അല്ല, ഇന്ന് മഞ്ചാടിയെ കൂട്ടിക്കൊണ്ടുപോയ ആ പയ്യൻ തന്നെയാണോ ഇന്നലെ ഇവിടെ വന്നേ? അതാർക്കറിയാം. തലയ്ക്ക് മുകളിലേ ഉരുളി കമഴ്ത്തി വെച്ചിരിക്കല്ലേ. മുഖം കാണാൻ പറ്റില്ലല്ലോ. അച്ഛനോട് ടെൻഷനൊന്നും ആവണ്ടെന്ന് പറ. മഞ്ചാടി വഴിയിൽ കാത്തുനിന്ന് ആരുടെയും ബൈക്കിൽ കയറി പോയൊന്നും അല്ലല്ലോ. വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോ അതിലൊരു സത്യസന്ധതയൊക്കെ ഉണ്ടാവും. ഉണ്ടായാ കൊള്ളാം. ഒരു ദുരനുഭവം മുമ്പുള്ളത് കൊണ്ടാ മാഷിന് ആധി. നേരത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് മഞ്ചാടി സൂക്ഷിക്കും ഭാനുവമ്മേ. ഞാനൊന്ന് ഇറങ്ങുവാ. ശരി മാനെ. എനിക്ക് സുഖമില്ലെന്ന് ആരെങ്കിലും ശബരേട്ടനെ വിളിച്ചു പറഞ്ഞോ? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എന്തുപറ്റിതേ? ശബരേട്ടൻ വന്നിട്ടുണ്ട്. ഓ, അപ്പോ രഘുവേട്ടൻ വിളിച്ചു പറഞ്ഞു കാണും നിനക്ക് സുഖമില്ലാത്ത കാര്യം. ആ ശരിയാ, മറ്റു വിഷയങ്ങളൊന്നും രഘുവേട്ടൻ അറിയില്ലല്ലോ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? ശബരി, നിന്നെ ദയ വിളിച്ചു കാണുമല്ലേ? അല്ല രഘുവേട്ടാ, ദയാനെ വിളിച്ചൊന്നുമില്ല. ഞാൻ അവളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ദേ, ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാ പോരാ ശബരേട്ടാ. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരണോ? അതല്ലതേ, നീ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം. ഉണ്ണിക്കുട്ടന് പനിയാ. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ കൂടിയാ വന്നത്. എന്നിട്ട് മോനെ ഡോക്ടറെ കാണിച്ചോ ശബരി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല രഘുവേട്ടാ. ഇന്നലെ ഞാൻ അവിടെ എത്താൻ താമസിച്ചു. മോനെ നോക്കേണ്ടത് കൊണ്ട് അനുദേച്ചിക്ക് അത്താഴം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് ചേച്ചി അളിയനുമായി ചെറുതായൊരു ചൊറിച്ചിലുണ്ടായി.